ഹായ് ഓൾ, ഷോപ്പിൽ വന്നിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മാനിക്യൂറിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണ്. കാരണം കുറേ നാളായി ഞാൻ മാനിക്യൂറിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട്. അങ്ങനെ മാനിക്യൂറിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് എടുത്തു. ഇതെന്ന് പറയുന്നത് ഒരു ധാവണി സെറ്റാണ്. സാരി, ജയലക്ഷ്മിന്ന് എടുത്ത സാരി വെച്ചിട്ട് ധാവണി സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഷാള് ഷിഫോണിൻ്റെ ആണ്. അതിലൊരു ഫ്ലോറലിൻ്റെ ബോർഡർ കൊടുത്തേക്കാണ്. ഇത് അയൺ ചെയ്യാത്തതുകൊണ്ട് ആ ഒരു ഫിനിഷിങ് ലുക്ക് വന്നിട്ടില്ല. ഞാനിതിൽ എൻഡിൽ സ്റ്റീമർ വെച്ച് ടൈം ചെയ്യണം എന്ന് വിചാരിച്ചാണ്. എനിക്ക് പിന്നെ ടൈം കിട്ടിയില്ല. വേറെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അതിൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് കറക്റ്റായിട്ട് എടുക്കാനും പറ്റിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇന്ന് നൈറ്റ് ദുബായിലോട്ട് പോവുകയാണ്, പെർമനൻ്റ്ലി പോവുകയാണ്. അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് ഞാൻ റാപ്പ് ചെയ്ത് വെച്ചു. പിന്നെ അവിടെ നിന്ന് ഞാൻ കൊടുങ്ങല്ലൂർക്ക് ഇറങ്ങി. കൊടുങ്ങല്ലൂർ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ആൾ വീട്ടിലോട്ട് പോകേണ്ടത്. ഇത് കൽപ്പകയാണ്. കൽപ്പകയിൽ നിന്ന് കുറച്ച് തുണി എടുക്കാനുണ്ടായിരുന്നു, ഫാബ്രിക് എടുക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടൈലേഴ്സ് കോർണറിൽ പോയിട്ട് ത്രെഡും സിബ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അവളുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അവളവിടെ ബിസിയാണ്. ഇന്ന് 7 മണിക്കാണ് അവൾക്ക് പോകേണ്ടത് എയർപോർട്ടിലോട്ട്. ഞാനൊരു 4 മണിക്കായിട്ട് എത്തിയത്. അപ്പോൾ പിള്ളേർ ഞാൻ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ്, ആൻറ്റി വീഡിയോ എടുക്കണമെന്നും പറഞ്ഞിട്ട് കളിയാക്കി. അപ്പോൾ ഞാൻ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. അവൾ ഗിഫ്റ്റ് പൊട്ടിച്ച്. ഇതൊരു വാലറ്റായിരുന്നു. അതിന് തിരിച്ച് കടയിലെത്തിയപ്പോൾ ഇത് ഗൗണാണ്, ഒരു കസ്റ്റമറുടെയാണ്. പുറമേയുള്ള ഗൗൺ. ഇതിന് മുകളിലൊരു നെറ്റിൻ്റെ കോട്ട് വരുന്നുണ്ട്. നെറ്റിൻ്റെ കോട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗൗണിൻ്റെ താഴത്തും ലേസ് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ലേസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഇതാണ് ഒരു ഹാഫ് ലുക്ക് വരുന്നത്. ഫിനിഷിംഗ് ലുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം.